കോഴിക്കോട് നെല്ലിക്കോട് ഫ്ളാറ്റ് നിർമ്മാണത്തിനിടെ മണ്ണിടിഞ്ഞ് അതിഥി തൊഴിലാളിക്ക് ദാരുണാന്ത്യം. പശ്ചിമ ബംഗാൾ സ്വദേശി ലേസ കസ്വാണ് മരിച്ചത്. പരിക്കേറ്റ തൊഴിലാളികൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. നാലാളുകൾ ജോലിയിലുണ്ടായിരുന്നു. ഇതിൽ 3 പേർ താഴെ ഇറങ്ങിയപ്പോഴാണ് മണ്ണിടിഞ്ഞതെന്ന് രക്ഷപ്പെട്ട തൊഴിലാളി ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. അതേസമയം ഗുരുതര നിയമലംഘനം നടത്തിയാണ് കെട്ടിട നിർമ്മാണം നടന്നിരുന്നത്. കോർപ്പറേഷന്റെ സ്റ്റേ ഉണ്ടായിരുന്നിട്ടും നിർമ്മാണം തുടർന്നു. മണ്ണിടിച്ചിൽ സാധ്യത ചൂണ്ടിക്കാട്ടിയിരുന്നതായി കോർപ്പറേഷൻ കൗൺസിലർ സുജാത പറഞ്ഞു. ഇതിൻ്റെ മണ്ണ് എടുത്ത സമയത്ത് എന്നുവെച്ചാൽ വളരെ കുത്തനെയാണ് മണ്ണ് എടുത്തിട്ടുള്ളത്. ആ സമയത്ത് തന്നെ ഞങ്ങൾ ഇടപെടുകയും അങ്ങനെ എടുക്കാൻ പാടില്ല. അന്ന് ഞങ്ങളെ മുന്നിലുണ്ടായിരുന്നത് ആ വഴി മുഴുവൻ ഇടിഞ്ഞ് ആൾക്കാർക്ക് പോകാൻ പറ്റാത്ത രീതിയിലെത്തും എന്നുള്ളതാണ്. അങ്ങനെ ഞങ്ങൾ ഇവരെടുത്ത് പറയുകയും മതിലിടിയും മണ്ണിടിയും അതുകൊണ്ട് അത് പണി നിർത്തിവെക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. പക്ഷെ വീണ്ടും അവർ എന്ത് ചെയ്തെന്ന് വെച്ചാൽ റീറ്റെയിനിങ് വാളിന് കെട്ടുകയാണെന്നുള്ള നിലക്കാണ് റീറ്റെയിനിങ് വാൾ തുടങ്ങിയത്. പക്ഷേ ഞങ്ങൾ വീണ്ടും ഇവിടെ വന്ന് 4 മാസം മുന്നെയാണ് ആദ്യത്തെ വന്നത്. രണ്ടാമത് ഇപ്പം രണ്ടാഴ്ചൻ്റെ ഉള്ളിൽ ഞങ്ങൾ വരികയും അവരോട് നിർത്തിവെക്കാൻ വേണ്ടിയിട്ട് പണി നിർത്തിവെക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സമീപവാസികൾ വില്ലേജ് ഓഫീസറെ അറിയിച്ചിട്ടുണ്ട്, ഞാനും അറിയിച്ചിട്ടുണ്ട്. അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വന്ന് മണ്ണെടുക്കുന്നത് നിർത്തിവെക്കാൻ വേണ്ടി പറഞ്ഞതാണ്. കളക്ടർക്ക് ഉൾപ്പെടെ പരാതി നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടായില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. നിർമ്മാണം തുടങ്ങിയതോടെ സുരക്ഷയില്ലാതായി. സ്റ്റേ ചെയ്യിച്ചിട്ടും നിർമ്മാണം തുടർന്നെന്നും നാട്ടുകാർ പറഞ്ഞു. ഇന്ന് രാവിലെ ഇടിഞ്ഞു വീഴുന്ന ഒരാഴ്ച മുന്നേ ഇത് ഇടിയാൻ തുടങ്ങി. അന്ന് ഞങ്ങൾ വില്ലേജ് ഓഫീസർക്ക് ഒരു പരാതി കൊടുത്ത് വിവരാവകാശം വെച്ചിട്ട് ഇതുവരെ ഞങ്ങൾ കൊടുത്തതിന് ഞങ്ങൾക്ക് ഒരു കളക്ടർക്ക് കൊടുത്ത് ഇത് മണ്ണെടുത്തതിൻ്റെ പിറ്റേന്ന് എത്ര സമയമായി ഇവിടെ മണ്ണ് ഡിസംബറിൽ നിങ്ങൾ ഈ നിർമ്മാണ പ്രവർത്തികൾ തടഞ്ഞിരുന്നു? തടഞ്ഞ് ഞാനിവിടെ വന്ന് കിടന്ന് ഞാനും മോൻ്റെ ഭാര്യ കുട്ടി എല്ലാവരും കൂടെ കിടന്നപ്പോൾ പിന്നെ ഈ മണ്ണ് കൊണ്ടുവന്ന ആൾക്കാർ പറഞ്ഞ് നിങ്ങളെ മേത്തൂടെ ഞങ്ങൾ വണ്ടി ഓട്ടുന്നു. ഓട്ടിക്കോ? ഞാൻ പറഞ്ഞു എനിക്ക് ജീവനിൽ ഏതായാലും കൊതിയില്ല. ഞങ്ങൾക്ക് ഇങ്ങനെ വരികയാണെങ്കിൽ ഞങ്ങൾക്ക് അവിടെയും ഞങ്ങൾക്ക് ഒരു സുരക്ഷിതത്വം ഇല്ല. വിവരങ്ങളുമായി രമ്യ ദാസ് ഉണ്ട്. രമ്യ, ഒരു ജീവൻ പൊലിഞ്ഞിരിക്കുന്നു ഇങ്ങനൊരു അനാസ്ഥയിൽ. എന്തൊക്കെയാണ് നാട്ടുകാർ പറയുന്നത്? അധികൃതരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വിശദീകരണം ലഭിക്കുന്നുണ്ടോ? വിശദാംശങ്ങൾ. അഖില, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിലവിൽ ഇപ്പോൾ അസ്വാഭാവിക മരണത്തിനാണ് മെഡിക്കൽ കോളേജ് പോലീസ് കേസ് എടുത്തിട്ടുള്ളത്. ഇതര സംസ്ഥാന തൊഴിലാളിയായ ലേസ് കത്തുവിനാണ് ഈ അപകടത്തിൽ ജീവൻ പൊലിഞ്ഞിട്ടുള്ളത്. ഇന്ന് രാവിലെ ഏകദേശം ഒരു 11:30 കൂടിയിട്ടായിരുന്നു ഇത്തരത്തിലൊരു അപകടം. ഒരു സ്വകാര്യ ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ നിർമ്മാണമാണ് ഈ മേഖലയിൽ നടന്നിരുന്നത്. ഇത് ആദ്യഘട്ടത്തിൽ തന്നെ ഈ പ്രദേശവാസികൾ ഉൾപ്പെടെ ഈ നിർമ്മാണത്തെ തടഞ്ഞിരുന്നു. കാരണം മണ്ണിടിച്ചിലുള്ള മേഖലയാണ്, സമീപത്തെ വീടുകൾക്ക് ഉൾപ്പെടെ ഭീഷണിയുണ്ട് എന്നുള്ള കാര്യവുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിയാൻ കഴിയുന്നു. അവർ നമ്മളോട് സംസാരിച്ചും ഇത്തരത്തിൽ തന്നെയാണ് ഈ നിർമ്മാണ പ്രവർത്തികളെല്ലാം ഇവിടെ തടഞ്ഞിരുന്നു. പക്ഷേ എന്നാൽ ഈ ഇത്തരത്തിൽ കോഴിക്കോട് നഗരസഭയിൽ നിന്ന് ഉൾപ്പെടെ ഇത്തരത്തിൽ സ്റ്റേ ഓർഡർ ഉണ്ടായിട്ടും നിർമ്മാണ പ്രവർത്തികൾ ഇവിടെ പുരോഗമിക്കുകയായിരുന്നു എന്നുള്ളതാണ് പ്രദേശവാസികളും നമുക്കും അറിയാൻ കഴിഞ്ഞത്. കാരണം ഈ 5 മാസത്തോളമായി ഈ തൊഴിലാളികൾ, അതായത് ഇന്ന് മരിച്ച ഈ ലേസർ കത്വ ഉൾപ്പെടെ 4 പേരും 5 മാസത്തോളമായി ഈ പ്രദേശത്ത് ജോലി എടുക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഇവരോട് സംസാരിച്ചപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. അത്തരത്തിൽ ഈ നിയമലംഘനങ്ങളെല്ലാം നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഇവിടെ ഈ നിർമ്മാണ പ്രവർത്തികൾ നടന്നിരുന്നതെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ സ്റ്റേ ഓർഡർ ഉണ്ടായിട്ടും ഇവിടെ നിർമ്മാണ പ്രവർത്തികൾ പുരോഗമിച്ചിരുന്നു. ഈ മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള മേഖലയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലും, അതായത് ഇന്നലെയും മിനിഞ്ഞാന്നും ഒക്കെ ആയിട്ട് ഇവിടെ ഇത്തരത്തിൽ നിർമ്മാണ പ്രവർത്തികൾ നടന്നിരുന്നു. ഇത്തരത്തിൽ മണ്ണിടിച്ചിലും ഉണ്ടായിരുന്നു. ഇന്നാണ് ഇത്തരത്തിൽ വലിയ തോതിൽ മണ്ണിടിഞ്ഞു വീണത്. ഈ രാവിലെ ഈ 4 തൊഴിലാളികളാണ് ഈ മേഖലയിൽ ജോലി എടുക്കുന്നുണ്ടായിരുന്നത്. എന്നാൽ ഇതിൽ 3 പേർ വെള്ളമെടുക്കാനായി സമീപത്തു നിന്ന് മാറിയ സമയത്തായിരുന്നു ഈ വലിയ തോതിൽ മൺകട്ടകൾ ഇത്തരത്തിൽ ഈ ഇതര സംസ്ഥാന തൊഴിലാളിയുടെ മേലേക്ക് വീഴുന്നതും ഇയാൾ മരണപ്പെടുന്നതും മറ്റു 3 പേർ ഓടി മാറിയതും
കഴിഞ്ഞതിനാൽ നിസ്സാരക്കുകളോടെ രക്ഷപ്പെട്ടിട്ടുണ്ട്. രണ്ടുപേർ ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. ഇത്തരത്തിൽ കൃത്യമായ നിയമലംഘനങ്ങൾ ഇവിടെ നടന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ ഇപ്പോൾ അസ്വാഭാവിക മരണത്തിനാണ് മെഡിക്കൽ കോളേജ് പോലീസ് കേസ് എടുത്തിട്ടുള്ളത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൗൺസിലർ ഉൾപ്പെടെ പ്രതികരിച്ചിട്ടുണ്ട്. അതായത് കെട്ടിടത്തിന്റെ ലൈസൻസ് റദ്ദാക്കുകയും നിയമലംഘനം നടത്തിയവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നിലവിൽ നഗരസഭ മേയർ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത്. അഖില.